നമസ്കാരം. കോൺഗ്രസിൽ നിലവിൽ ഒരു കലാപകൊടി തന്നെ കെ സുധാകരൻ ഉയർത്തിയിരിക്കുകയാണ്. കലാപകൊടി ഉയർത്താനുള്ള ഒരു പ്രധാന കാരണമുണ്ട്. കെ സുധാകരൻ ഇപ്പോൾ കട്ടക്കലിപ്പിലാണ്. കാരണം സുധാകരനെ കോൺഗ്രസ് പറ്റിച്ചു അല്ലെങ്കിൽ വഞ്ചിച്ചു എന്ന് തന്നെ പറയാം. വി.ഡി. സതീശനും കെ സുധാകരനും തമ്മിൽ അത്ര നല്ല കൂട്ടല്ല എന്ന് പത്രസമ്മേളനത്തിൽ വി.ഡി. സതീശൻ വരാൻ വൈകിയപ്പോൾ കെ സുധാകരൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതിപ്പോൾ എന്തായാലും ഇവിടെ പറയുന്നില്ല. അതൊരു വലിയ വിവാദമാക്കണ്ട എന്ന് കരുതിയാണ് രണ്ടുപേരും അഭിനയമൊക്കെ കാണിച്ച് മാധ്യമങ്ങളുടെ മുന്നിലിരുന്നത് എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ ആ അഭിനയത്തിന് വിരാമം വിട്ടുകൊണ്ട് തുറന്ന യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കെ സുധാകരൻ. KPCC അധ്യക്ഷ സ്ഥാനം തിരിച്ചു തന്നില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് പോകുമെന്നാണ് കെ സുധാകരൻ അനുയായികളെ അറിയിച്ചിരിക്കുന്നത്. അധ്യക്ഷ സ്ഥാനം സുധാകരന് തിരിച്ചു നൽകില്ല എന്ന നിലപാടിലാണ് വി.ഡി. സതീശനും വി.ഡി. സതീശന്റെ വിഭാഗവും ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. അതോടെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു വരില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി എന്ന് വേണം കരുതാൻ. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും കോൺഗ്രസ് പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് പോകുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. ഒരു കാരണവശാലും സുധാകരന് അധ്യക്ഷ സ്ഥാനം തിരികെ നൽകരുതെന്ന് വി.ഡി. സതീശൻ കർശനമായ നിലപാടെടുക്കുമ്പോൾ അതിൽ എ ഗ്രൂപ്പും പിന്തുണയ്ക്കുന്നുണ്ട്. സെമി കേഡർ പാർട്ടിയാകുമെന്ന് പറഞ്ഞ് അധികാര കസേര ഏറ്റെടുത്ത ദിവസം സുധാകരൻ സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പരാതിയും കോൺഗ്രസിൽ നിന്നും ശക്തമായി ഉയരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് രംഗത്ത് പലയിടത്തും ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായത് സുധാകരൻ കോൺഗ്രസിനെ നയിച്ചത് കൊണ്ടാണെന്നുള്ള ആരോപണവും ഇപ്പോൾ ശക്തമാണ്. ഒരർത്ഥത്തിൽ കെ സുധാകരൻ KPCCയുടെ അധ്യക്ഷനായതിൽ കോൺഗ്രസിന് തന്നെ ആർക്കും ഒട്ടും താല്പര്യമില്ല എന്ന് എടുത്തു പറയേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് സുധാകരന് പാർട്ടി സീറ്റ് നൽകിയപ്പോൾ KPCCയുടെ പദവി MM ഹസന് തന്നെ നൽകി. അത് തുടരട്ടെ എന്നാണ് വി.ഡി. സതീശൻ വിഭാഗത്തിന് ഇപ്പോൾ പറയാനുള്ളത്. എന്നാൽ മറ്റൊരു വിഭാഗമായ MM ഹസനെ മാറ്റി ഒരു ജനകീയ നേതാവിനെ തന്നെ ചുമതല ഏൽപ്പിക്കണമെന്നാണ് കോൺഗ്രസിന്റെ മറ്റൊരു വിഭാഗം ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ഈ അഭിപ്രായത്തിൽ കോൺഗ്രസിൽ രൂക്ഷമായ തർക്കം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിന് പിന്നാലെയാണ് താത്കാലികമായി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പദവി തിരികെ നൽകുമെന്ന ഉറപ്പിലാണ് സുധാകരൻ പദവി ഹസന് കൈമാറുന്നത്. എന്നാൽ നിലവിൽ ഹസനും വി.ഡി. സതീശനും സുധാകരനെ വഞ്ചിച്ചു എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ KC വേണുഗോപാലിനും MM ഹസനും വി.ഡി. സതീശനും ഉൾപ്പെടെ വൻ ഗൂഢാലോചന നടന്നു എന്ന് തന്നെ എടുത്തു പറയണം. AICCയിൽ നിന്നും ഔദ്യോഗികമായി അറിയിപ്പ് വന്ന ശേഷം മാത്രം KPCC പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരന് കൈമാറിയാൽ മതിയെന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാലാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു അറിയിപ്പും അടുത്ത കാലത്തെങ്ങും വരാൻ പോകുന്നില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിയുന്നതുവരെ MM ഹസന് ഈ സ്ഥാനത്ത് തുടരാൻ സാധ്യത തെളിഞ്ഞിട്ടുണ്ട്. കണ്ണൂരിൽ സുധാകരൻ ജയിച്ചാലും തോറ്റാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം തിരികെ നൽകാനുള്ള ഒരു സാധ്യതയും ഇല്ലെന്ന് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തവണ UDF നേടിയ 19 സീറ്റിൽ എത്ര സീറ്റ് കുറഞ്ഞാലും അതിൻ്റെ പഴിയും സുധാകരന് തന്നെ അനുഭവിക്കേണ്ടി വരും. സുധാകരൻ KPCC അധ്യക്ഷ പദവിയിലെത്തിയപ്പോൾ തന്നെ ആർക്കും ഒരു താല്പര്യവുമില്ലായിരുന്നു. മാറ്റണമെന്ന് അന്നു മുതലേ വിളിയായിരുന്നു. തനിക്കെതിരെ പാർട്ടിയിൽ നടക്കുന്ന നീക്കത്തിൽ കടുത്ത അതൃപ്തിയുള്ള ആളാണ് സുധാകരൻ. അതിന്റെ കടുത്ത അമർഷവും പുള്ളിക്കാരനുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാരണത്താൽ കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചത് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവച്ചിട്ടാണോ എന്ന മറുചോദ്യം സുധാകരൻ വിഭാഗം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. എന്തുകൊണ്ട് സുധാകരനോട് മാത്രം പക്ഷഭേദം കാണിക്കുന്നു എന്നും സുധാകരൻ ഉൾപ്പെടെയുള്ള വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ അത് ചൂണ്ടിക്കാട്ടി സുധാകരന് പ്രസിഡന്റ് സ്ഥാനം കൈമാറാതിരിക്കാനാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന നിലപാടും സുധാകരന്റെ വിഭാഗം ഇപ്പോൾ നീക്കുന്നുണ്ട്. ഈ നീക്കത്തിന് ഐ ഗ്രൂപ്പിന്റെ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം KPCC അധ്യക്ഷ സ്ഥാനം തിരികെ ലഭിക്കാതിരിക്കുകയും കണ്ണൂരിൽ തോൽക്കുകയും ചെയ്താൽ സുധാകരന് BJP പാളയത്തിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അഥവാ സുധാകരൻ ജയിച്ചാലും KPCC സ്ഥാനം നൽകില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ വന്നാൽ സുധാകരൻ അധികാരം മോഹിച്ച് BJPയിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. തനിക്ക് തോന്നുമ്പോൾ BJPയിലേക്ക് പോകുമെന്ന് മുമ്പ് പരസ്യമായി തന്നെ സുധാകരൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ആകില്ല. അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിനെയും UDFനെയും വലിയ രൂപത്തിൽ പ്രതിരോധത്തിലാക്കുമെന്നും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൽ ചെറിയൊരു പ്രശ്നം വലിയ ആഭ്യന്തര കലാപമാവാതെ നോക്കേണ്ട ഉത്തരവാദിത്തം UDFനെ സംബന്ധിച്ചുണ്ട്. ഇത് വലിയൊരു പ്രശ്നമായാൽ UDFനെ സംബന്ധിച്ച് കടുത്ത വെല്ലുവിളിയാണ്. സുധാകരൻ മാത്രമായിരിക്കില്ല BJPയിൽ പോവുക. സുധാകരന്റെ പിറകെ ഒരു വിഭാഗം തന്നെ പോകുമെന്ന് ഉറപ്പാണ്. ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ
കെ സുധാകരൻ തോൽക്കുകയാണെങ്കിൽ സുധാകരന് KPCC സ്ഥാനം നഷ്ടമാകുമോ, അല്ലെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് VD സതീശൻ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും മാറുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വേറൊരു ചോദ്യം കൂടെയുണ്ട്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ, സുധാകരന് KPCC കസേര കൊടുത്തില്ലെങ്കിൽ കെ സുധാകരൻ BJPയിലേക്ക് പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്.